IFPHന്റെ 1436 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്കൊരു വിലയേറിയ ക്ലാസ് ആണുള്ളത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നമുക്ക് ക്യാൻസർ ചികിത്സയെക്കുറിച്ച് വളരെ വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ ഇതിനോടകം തന്നിട്ടുള്ള ഡോക്ടർ PY സജിമോനാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. കോട്ടയം വാഴൂര് ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർക്ക് 26 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഇന്ന് സജിമോൻ ഡോക്ടറോടൊപ്പം ചോദ്യോത്തരവേള, ക്യാൻസറിനെ കുറിച്ചുള്ള ചോദ്യോത്തരവേള എന്ന വിഷയമാണ് ഇന്നുള്ളത്. ഈ വിഷയത്തിൽ ഡോക്ടർ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടറെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ക്യാൻസറും ചോദ്യോത്തര പരിപാടികളും എന്നുള്ള വിഷയത്തിൽ ആസ്പദമാക്കിയാണ്. ഒരിക്കൽ കൂടി ഇതിനുള്ള അവസരം തന്നതിന് IFPHന്റെ ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതിപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചർച്ചാ ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ്സുകളല്ല, ഡിസ്കഷൻസ് ആണ്. ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡോക്ടർമാര് കൃത്യതയോടുകൂടി ഡിസ്കസ് ചെയ്യുകയും ചർച്ച ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് വളരെയധികം ചികിത്സാ സാധ്യതയുള്ള ഒരു വിഷയമാണ് ക്യാൻസർ ചികിത്സ. എന്നാൽ പല വ്യക്തികളും പല പ്രോട്ടോകോൾസിൽ ഇത് ചികിത്സ നൽകുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനെല്ലാം ക്രോഡീകരിച്ച് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്നെ ക്യാൻസർ ചികിത്സ ഹോമിയോപ്പതിയിലൂടെ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് IFPH പോലുള്ള ഓർഗനൈസേഷന്റെ കടമയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതിനകം. ആയതിനാൽ നമുക്ക് ഒരു പ്രോട്ടോകോൾസ്, അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ക്രോഡീകരിക്കുകയും അത് നമ്മുടെ സംസ്ഥാനത്തോടുള്ള ഡോക്ടർമാരുടെ ഇടയിലേക്ക് അത് ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. പലപ്പോഴും ഞാൻ ഓരോ പ്രോട്ടോകോൾസ് പറയുമ്പോൾ അത് വ്യത്യസ്തമായ തലത്തിൽ മറ്റുള്ളവർക്ക് സ്വീകരിക്കണമെന്നില്ല, ചിലർ സ്വീകരിക്കും. അപ്പോൾ ഇത് ഒരു തുറന്ന ചർച്ചയിലൂടെ സമന്വയിപ്പിക്കുമ്പോഴാണ് ഇതൊരു മുഖ്യധാരയിൽ ഈ ചികിത്സയിലെ ഈ സ്പെഷ്യാലിറ്റി ലെവലിലേക്ക് ഇത് ഉയരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആയതിനാൽ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചാ ക്ലാസ് ധനേഷ് സാർ ഇതിനകം സംസാരിക്കാൻ വേണ്ടി മുതിർന്നു കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ്. നമ്മള് ഈ ക്യാൻസർ സംബന്ധമായ ചികിത്സയെ കുറിച്ച് ഒത്തിരി സെഷനുകൾ സാർ ഈ വേദിക്ക് സമ്മാനിക്കുകയുണ്ടായി. അപ്പൊ അതില് പലപ്പോഴും ചോദിക്കണം എന്ന് ചോദിച്ച ഒരു കാര്യം, എങ്ങനെയാണ് ഈ ക്യാൻസർ മേഖലയിലോട്ട് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം? കാരണം നമുക്ക് രോഗികൾ എത്ര കണ്ട് സപ്പോർട്ടാണ് രോഗികളിൽ നിന്ന് കിട്ടുന്നത്. ഡോക്ടറുടെ ഈ അനുഭവങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമായ ഹോമിയോപ്പതിയെ നിലനിർത്തുന്നതിനും ആൾക്കാരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം നെഞ്ചുവിരിച്ച് ഇതാണ് ഞങ്ങളുടെ ഹോമിയോപ്പതി എന്ന് പറയാനും പറ്റും. സാറ് എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിലോട്ട് ഒഴുകി വരാനും ഉണ്ടായ ഒരു കാരണം? ഞാൻ 2000-ലാണ് ട്രിവാൻഡ്രം കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പ്രൈവറ്റ് പ്രാക്ടീസിലേക്ക് കടക്കുന്നത്. ആ കാലയളവിൽ തന്നെ എനിക്ക് കൂടുതലും ക്യാൻസർ ട്രീറ്റ്മെന്റിന് രോഗികൾ വന്നെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം ഉള്ളത്. എന്നാൽ പലപ്പോഴും ഒരു സിംറ്റമാറ്റിക് ലെവലില് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ രോഗിക്ക്
പിന്നെ റിസൾട്ട് വൈകുന്നതായിട്ട് കാണുന്നു. അപ്പം അതിലുപരി ഞാൻ അതിൽ നിന്ന് കണ്ടെത്തിയത് ഒരു പതോളജിക്കൽ ആസ്പെക്റ്റിൽ കോശങ്ങളുടെ പിന്നെ ആ അനിയന്ത്രിതമായ വളർച്ചയെ ബാധിക്കുന്ന രീതിയിൽ മനുഷ്യനില് ഒരു വ്യത്യസ്തമായ തലത്തിലായിരിക്കും ഈ രോഗാവസ്ഥ പ്രതിഫലിക്കുന്നത്. ആയതിനാൽ നമുക്ക് ഇപ്പൊ മെറ്റീരിയൽ മെഡിക്കയുടെ ലെവലില് പലപ്പോഴും സിംറ്റം കൊടുത്ത്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ തുടക്കത്തില് പലപ്പോഴും ഡിസ്ചാർജ്, ലംബ് ഇതൊക്കെ വരുന്നു. അത് 2000 കാലയളവിൽ പലപ്പോഴും അലോപ്പതിയിൽ തന്നെ പോകാതെ ആളുകള് ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വരുന്നതായിട്ട് കണ്ടു. എന്നാൽ ഇപ്പോൾ പിന്നെ കൃത്യതയോടുകൂടി തന്നെ അലോപ്പതി സിസ്റ്റത്തിന് ഇൻവോൾവ് ആണ് രോഗികൾ. ആയതിനാൽ പലപ്പോഴും ആ കാലയളവില് പിന്നെ 98, 99 ആ കാലയളവിലൊക്കെ പിന്നെ അലോപ്പതി സിസ്റ്റത്തിൽ പ്രോട്ടോകോൾസ് വ്യത്യാസമില്ല. അതിനാൽ എനിക്കൊക്കെ വരുന്ന രോഗികൾ നേരിട്ട് തന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അലോപ്പതിയിലേക്ക് പോകാതെ തന്നെ വരുന്നത്. ആ അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ഇതിനാസ്പദമായിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ രോഗി നമ്മുടെ കൈകളിൽ നിൽക്കില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി വളരെ ഡീപ്പായിട്ട് തന്നെ ഇതിനെപ്പറ്റി പഠിക്കുവാൻ നമ്മൾ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് മാത്രം പലപ്പോഴും ഈ രോഗികൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആസ്പെക്റ്റിൽ വളരെ 40% ഒക്കെ എത്താൻ സാധിക്കുകയുള്ളൂ. അതിലുപരി ഇവരുടെ ഒരു പിന്നെ ആ ട്രീറ്റ്മെന്റ് ലെവലിൽ ആ സ്കീം നമ്മൾ നോക്കുകയാണെങ്കിൽ അക്യൂട്ട് ഒരു സിറ്റുവേഷണൽ റെമഡീസ് നമ്മൾ ആ രോഗിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ആ സിറ്റുവേഷണൽ റെമഡീസ് കൊടുക്കുമ്പോൾ ആ ക്യാൻസർ ഒരു രോഗി വരുമ്പോൾ അവരിൽ നിന്നുള്ള സബ്ജക്റ്റീവായിട്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള സിംറ്റംസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ സബ്ജക്റ്റീവായിട്ട് പലപ്പോഴും ആ രോഗിക്ക് ഒരു സർജറിക്ക് മുമ്പുള്ള ഒരവസ്ഥയായിരിക്കും. അത് നമ്മൾ ഡീൽ ചെയ്യണം. അതുപോലെ അത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഡീൽ ചെയ്യണം. അതുപോലെ തന്നെ ആ രോഗിക്ക് പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥയെല്ലാം മനസ്സിലാക്കി പലപ്പോഴും ബുദ്ധിമുട്ടുകൾക്കെല്ലാം നമ്മൾ മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒറ്റ ഒരു മരുന്നിൽ മാത്രമേ ഈ രോഗി നിൽക്കില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ക്യാൻസർ വരുമ്പോൾ മാനസിക പിരിമുറുക്കം വരും, അസ്വസ്ഥത ഡെവലപ്പ് ചെയ്യും, മരണഭയം ഉണ്ടാകും. അതുപോലെ തന്നെ ബ്രെയിൻ ക്യാൻസർ ആണെങ്കിൽ അവർക്ക് ഇടയ്ക്ക് അപസ്മാരം വരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായി. എന്നാൽ ഇപ്പോൾ കൂടുതലും റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ചെയ്ത് പാർശ്വഫലങ്ങളുമായിട്ടും ഒരു അഡ്ജന്റായിട്ടും അത് പോസ്റ്റ് കീമോ റേഡിയേഷൻ ലെവലിലേക്കുള്ള രോഗികളാണ് 90% ഹോമിയോ ഡോക്ടർമാരുടെ അടുത്ത് എത്താറുള്ളത്. എന്നാൽ അക്കാലത്ത് നമുക്കത് കൂടുതൽ ഇതിനെപ്പറ്റി പഠിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വരുന്നവർക്ക് ഏകദേശം ലൈഫ് എക്സ്പെക്ടൻസ് നമുക്ക് കൂട്ടിക്കൊടുക്കാനൊക്കെ സാധിക്കും. പ്രൊഗ്നോസിസ് ലെവലില് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ മെഡിലർ ക്യാൻസർ ആണെങ്കിൽ അവർക്കൊരു 7 വർഷമൊക്കെയാണ് അന്നത്തെ ഒരു പ്രൊഗ്നോസ്റ്റിക് സ്കെയിൽ മോഡേൺ മെഡിസിൻ പറയുന്നത്. അതെന്നാൽ നമുക്കൊരു 14 വർഷം വരെയൊക്കെ ഈ രോഗിയെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ള ഒരു കാലയളവായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ഒരു പ്രോട്ടോകോൾസ് മാറി. ഇപ്പൊ എല്ലാ ലെവലിലും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളില്ല തൊട്ട് ഇതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് ലെവല്, അതുപോലെ ആ ലെവലിൽ വന്ന ഈ രോഗി എപ്പോഴും ഒരു മോഡേൺ മെഡിസിൻ ലെവലിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ ആ ലെവലിൽ തന്നെ നമ്മള് അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾസ് മാറി. അതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. അന്നത്തെ ഒരു ചുറ്റുപാടല്ല ഇന്നത്തേത്. അന്നത്തെ ചുറ്റുപാട് നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു അവസരം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നത്. തീർച്ചയായും. ആദ്യം ചികിത്സിച്ച ഒരു കേസിനെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കാവോ, ഓർമ്മയിൽ നിന്ന്? കാരണം ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും ഓർക്കുന്ന പോലെ തന്നെ. അപ്പൊ കൂടുതൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഹൗസ് സർജൻസിയുടെ കാലഘട്ടത്തിൽ തന്നെ കോട്ടയം ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റലിലും ഒക്കെ ഞങ്ങളുടെ ടീംസ് പലപ്പോഴും പിന്നെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണ് കൂടുതലും ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അന്ന് അപൂർവമാണ് ബ്ലഡ് ക്യാൻസർ ഒക്കെ. അപ്പൊ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാണാൻ തന്നെ ഇല്ല കാലത്ത്. ഒരു ഹോമിയോ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ ആണ് കൂടുതലും
അക്കാലയളവിൽ നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ആ ലെവലില് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്യൂമറായിട്ട് ആ ലംബ് വളരെയധികം വലുതായി, അത് കണ്ടമാനം വീർത്തു വലുതായി ചുമന്ന് ഡിസ്ചാർജ് ആയിട്ടൊക്കെയാണ് അക്കാലത്ത് രോഗികൾ വന്നുകൊണ്ടിരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചിൽ പോലും, കോട്ടയം റിസർച്ചിൽ പോലും ഇങ്ങനെയുള്ള പേഷ്യൻസ് ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വളരെ നിർധനരായ ആൾക്കാർ വരുമ്പോൾ അന്ന് ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലാതെ തന്നെ നമ്മൾ ബയോഫോഴ്സിന്റെ ഇമ്മ്യൂണോഫോഴ്സ് വരെ എഴുതി കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇമ്മ്യൂണോ തെറാപ്പിക്ക് പകരം ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ രോഗിക്ക് നൽകുന്ന ഇമ്മ്യൂണോഫോഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ അക്കാലത്ത് ചെയ്തിരുന്നത് അന്നും ഇന്നും ചെയ്യുന്ന ഒരു വലിയ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഫൈറ്റോലക്ക ഡീകാൻഡൻസസ് എല്ലാ രോഗികൾക്കും നമ്മൾ നൽകും. അത് ടിഞ്ചർ ഫോമിലായിരിക്കും കൂടുതലും നൽകുന്നത്. പിന്നെ ചില രോഗികൾ ലംബ്, അപ്പം അക്കാലത്ത് അതിന്റെ ഒരു സ്റ്റേജ് നിർണയിക്കാൻ സാറേ അത് എത്ര ഡ്രോപ്പ് വെച്ച് കൊടുക്കുമായിരുന്നു? ഏകദേശം ഒരു ഏകദേശം സ്ത്രീകൾക്ക് കൂടുതൽ 45 വയസ്സ് മുകളിലോട്ടുള്ളവർക്കായിരിക്കും അക്കാലത്തൊക്കെ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് വരുന്നത്. പല പുവർ പീപ്പിൾസ് ആയിരിക്കും കൂടുതലും. അപ്പൊ നമ്മൾ ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ പതോളജി ഒക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആയി. ഹോർമോണിന്റെ ഇംബാലൻസ് വന്നിട്ട് ഈസ്ട്രോജൻ റെസിപ്റ്റേഴ്സ്, പ്രൊജസ്റ്റോൺ റെസിപ്റ്റേഴ്സ്, പിന്നെ HER2 ലെവലിലുള്ള അതിന്റെ ഒക്കെ ഡെറിവേഷൻസ് വന്നു. എന്നാൽ അക്കാലത്ത് ഇതൊന്നുമില്ല. ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ പോലും പിന്നീടാണ് ആധുനിക വൈദ്യശാസ്ത്രം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അന്ന് ഇതൊന്നും ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും ഹോമിയോ ഡോക്ടർ എടുത്തത്. പലപ്പോഴും ഇവരുടെ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി ഒന്നും കാണുകയില്ല. മറിച്ച് ഇത് വീർത്ത് വലുതായി ലംബായിട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫൈറ്റോലക്ക ഡീകാൻഡൻസസ് കൊടുക്കും. ഇടിമയ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അസ്റ്റേറിയ റൂബൻസ് കൊടുക്കാറുണ്ട്. കൊണിയം, തൂജം, ഇത്രയും മരുന്നുകൾ കൊണ്ടാണ് അന്ന് ഇത് കൈകാര്യം ചെയ്തത്. എന്നാലും ആ രോഗികൾക്കൊക്കെ കൃത്യതയോട് ചില കേസിൽ ഡിസ്ചാർജ് വരുമ്പോൾ ഒരു കേസും ഇല്ലാതെ തന്നെ ഗ്രഫൈറ്റിസ് പ്രിസ്ക്രൈബ് ചെയ്ത് ആ ഡിസ്ചാർജ് റെഡ്യൂസ് ചെയ്തവരെ അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഈ രോഗികളെ, അപ്പം നമ്മൾ ഒരു പേറ്റന്റിനെ പറ്റി പറയുകയാണെന്ന് പറയരുത്. അന്ന് റിസർച്ചിൽ പോലും റിസർച്ച് ഓഫീസർമാര് ഇമ്മ്യൂണോഫോഴ്സ് ഒക്കെ കൊടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല, മറിച്ച് ഞാൻ അതിന്റെ ഒരു അനുഭവം പറയുകയാണ്. അക്കാലത്ത് അങ്ങനെയാണ്. ഇമ്മ്യൂണോ തെറാപ്പിക്ക് പകരം ആ രോഗിക്ക് ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് അതിരിക്കട്ടെ. അതുപോലെ തന്നെ ആ ബ്രസ്റ്റിന്റെ ലംബർ മാക്സിമം റെഡ്യൂസ് ചെയ്ത് കിട്ടും, റെഡ്നെസ്സും റെഡ്യൂസ് ചെയ്ത് കിട്ടും ഫൈറ്റോലക്ക കൊടുത്തു കഴിയുമ്പോൾ. അതുപോലെ തന്നെ അസ്റ്റേറിയ റൂബൻസ് കൂടുതലും കൊടുക്കുന്നത് ലിംഫാറ്റിക് സ്പ്രെഡിന്റെ ഒരു ലെവലിലായിരിക്കും. അതുപോലെ ഡിസ്ചാർജ് ലെവൽ വരുമ്പോഴത്തേക്ക് ഗ്രഫൈറ്റിസ് കൊടുക്കും. ഇങ്ങനെയായിരുന്നു അന്നത്തെ പ്രോട്ടോകോള്. ഇതിങ്ങനെ നിരവധി രോഗികൾക്ക് നമ്മള് കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നു. ഫൈറ്റലക്ക എത്ര തുള്ളി വീതമാണ് കൊടുക്കുന്നത്? ഫൈറ്റലക്ക എപ്പോഴും നമ്മൾ 10 തുള്ളിക്കുള്ളിൽ കൊടുക്കാറില്ല. എത്ര 3 4 തവണയൊക്കെ കൊടുക്കും. ഏകദേശം ഫൈറ്റോലക്ക ഡീകാൻസ് ഞങ്ങളുടെ അന്നത്തെ ഒരു പഠനത്തില് പലപ്പോഴും ഇത് എത്ര മാസം ഈ രോഗികൾക്ക് കൊടുത്താലും അത് ബോഡി റെസിസ്റ്റ് ചെയ്യാറില്ല എന്നുള്ള ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളതാണ്. ഫൈറ്റോലക്ക ഡീകാൻഡൻസ് ചില ടിഞ്ചേഴ്സ് പെട്ടെന്ന് തന്നെ ബോഡി റെസിസ്റ്റ് ചെയ്യും ക്യാൻസർ കേസ്. പലപ്പോഴും ഫൈറ്റോലക്കയുടെ ആ തീക്ഷണമായ ആൽക്കലോയിഡ് നിന്നു ഫലിക്കുന്നതാണെന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും അത് പ്രൈമർലി ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഫൈറ്റോലക്ക ഡീകാൻഡൻസസും പിന്നീട് ചിമാഫില അമ്പലേറ്റ് ആണ്. അന്നൊന്നും ഒരിക്കൽ പോലും കാർസിനോസിൻ കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നേ ഇല്ല. ഇപ്പോഴൊക്കെയാണ് കൂടുതൽ അതിന്റെ പ്രോട്ടോകോൾസും ഇതുമെല്ലാം കാർസിനോസിനിലേക്കൊക്കെ നമ്മൾ കൂടുതലും വന്ന രോഗിയെ സേഫ് ആക്കുക എന്നുള്ളത്. അക്കാലത്തൊക്കെ തൂജ, കൊണിയം, ഫൈറ്റോലക്ക മാത്രം കൊടുത്താണ് ഈ രോഗിയെ സേഫ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാണ് ഈ അവസരത്തിൽ ഈ അസ്റ്റീരിയ റൂബൻസിന്റെയും കൊണിയത്തിന്റെയും തൂജയുടെയും പൊട്ടൻസി എങ്ങനെയാ? പലപ്പോഴും തൂജയുടെ ഒരു വലിയ ഒരു സംഭവം, തൂജ ഏറ്റവും കൂടുതൽ സൈക്കോട്ടിക് ലെവലിൽ
മോഡ് ഓഫ് റിയാക്ഷനിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത്. സൂച ഇല്ലാത്ത ക്യാൻസർ ചികിത്സ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. പല നമ്മുടെ ആചാര്യന്മാര്, ഡോക്ടർമാര് പിന്നെ നമ്മൾ പരിചയപ്പെടുത്തിയെങ്കിലും എനിക്കും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടില്ല. ഏറ്റവും കൂടുതൽ ഒരു ക്യാൻസർ ചികിത്സയില് നമ്മളെ കിങ് ആയിട്ട് പുലർത്തേണ്ടത് ഏറ്റവും എല്ലാ കേസിലും സൂച അതിൽ നെസസറി ആയിട്ട് പോകുന്നു. കാരണം സൂചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സൈക്കോട്ടിക് റിയാക്ഷൻ മോഡിനെ കൺട്രോൾ ചെയ്യുകയും സൂചയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു, ഞാൻ നേരത്തെ തന്നെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, സൂചയ്ക്ക് ഒത്തിരി ക്വാളിറ്റി ഉണ്ട്. പലപ്പോഴും അത് ആന്റി നിയോപ്ലാസ്റ്റിക് ആയിരിക്കും, ആന്റി പ്രോലിഫറേറ്റീവ് ആയിരിക്കും, ആന്റി ക്യാൻസറസ് ആയിരിക്കും. അതുപോലെ കോശങ്ങളുടെ ആന്റിജനെ തേടിപ്പിടിച്ച് നശിപ്പിക്കാനുള്ള കഴിവാണ് സൂചിക്കുള്ളത്. അതിലെ ശരീരത്തിലെ പ്രതിരോധ ശക്തി നിലനിർത്തിക്കൊണ്ട് ആ കോശങ്ങളെ ആക്രമിക്കാനുള്ള ഒരു സവിശേഷത ആ മറ്റ് സെൽസിന് കൊടുക്കാനും കൂടെ കഴിവുണ്ട് ഈ സൂചിക്ക്. അപ്പൊ സൂച അത്ര വലിയ, സൂചയുടെയൊക്കെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനെക്കാട്ടിലും വലിയ സംഭവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ആ പിന്നെ ട്യൂമറിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ആ പെനിട്രേറ്റിംഗ് ആസ്പെക്ട് കൂടുതൽ കുറയ്ക്കുക, അതുപോലെ നമ്മൾ പാത്തോളജിക്കലി പറഞ്ഞ ലിംഫോ എൻഡോത്തീലിയൽ ബാരിയർ ആയിട്ട് പ്രവർത്തിക്കുക, അങ്ങനെ അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളുടെ ഉൽപാദനം തടയാനും സ്വയം നശീകരണം കൂട്ടാനുള്ള കഴിവ് ഇതിനുണ്ട് സൂചിക്ക്. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഒരു പിന്നെ സോളിഡ് ഓർഗൻസിൽ ഉണ്ടാകുന്ന ക്യാൻസറിന് നമ്മൾ സൂച വിസ്മരിച്ചുകൂടാ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. അതിന്റെ ഏത് പൊട്ടൻസിയാണ് സാറേ? പൊട്ടൻസിയും കൂടെ ഒന്ന് പറയാ. സൂച പലപ്പോഴും തുടങ്ങുന്ന 200-ലായിരിക്കും. അങ്ങനെ ഓരോ 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ അത് ഹയറിലേക്ക് പോകും, 1mmലേക്ക് പോകും, പിന്നെ 10mmലേക്ക് നിർത്തിക്കൊണ്ട് അത് കൂടുതലും അത് ലിമിറ്റഡ് ഡോസിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കാറുള്ളതാണ് ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഈ കൊണിയത്തിന്റെ പൊട്ടൻസി? കൊണിയം മാക്കുലേറ്റും ഈ സൂച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതുപോലെ ഏറ്റവും കൂടുതൽ ഹോർമോൺസിനെ ആസ്പെക്ട് ചെയ്താണ് പല ക്യാൻസറുകളും നിലനിൽക്കുന്നത്. അപ്പൊ ക്യാൻസറിന്റെ തുടക്കവും അതിന്റെ ഒരു ടെൻഡൻസി ടു പ്രോലിഫറേഷൻ ഒക്കെ പലപ്പോഴും ഹോർമോണിന്റെ ഒരു വലിയ ഒരു റോളുണ്ട് ശരീരത്ത്. അത് ഉദാഹരണം ബ്രസ്റ്റ് ക്യാൻസറിന് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ റോള്, പിന്നെ അതുപോലെ HER2-ന്റെ റോള്, അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജന്റെ ലെവൽ കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ആൻഡ്രോജൻ ലെവലിന്റെ ഒരു ഇംബാലൻസ് ഒക്കെ നമുക്കറിയാവുന്നതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ കാരണങ്ങൾ. അതുപോലെ സെർവിക്സിന്റെ ലെവലില് ഏകദേശം ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ റോള് ഭയങ്കരമാണ്. അതുപോലെ തന്നെ കോളോറക്ടൽ ക്യാൻസർ വരുന്ന പതോളജി, ഇതിലെല്ലാം കൃത്യമായിട്ട് തന്നെ റോള് ചെയ്യുന്ന മറ്റൊരു മരുന്നാണ് കൊണിയം മാക്കുലേറ്റ്. അപ്പൊ ഒരു പതോളജിക്കൽ ലെവലില് സിംറ്റം എറൈസ് ചെയ്യാതെ തന്നെ ഒരു തർക്കമില്ലാതെ തന്നെ ആ കോശങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേകതരം മരുന്നുകളിലൊന്നാണ് കൊണിയവും സൂചയും. കൊണിയത്തിന്റെ പൊട്ടൻസി? കൊണയം 30 തൊട്ട് കൊടുക്കാറുണ്ട് പലപ്പോഴും. 30, 200, 1mm ഇങ്ങനെല്ലാം രീതിയിൽ കൊടുക്കാറുള്ളതാണ്. അതുപോലെ അസ്റ്റേരിയ റൂബൻസ് പറഞ്ഞായിരുന്നല്ലോ, അതെങ്ങനെയാ? അതിന്റെ റോള് എന്ന് പറയുന്ന പലപ്പോഴും ഒരു രോഗി പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വന്ന് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റന്റ് മെറ്റാസ്റ്റാസിസ്, പ്രത്യേകിച്ച് സെർവിക്കൽ, ആക്സിലറി, മീഡിയാസ്റ്റിനൽ ഈ ലെവലിലുള്ള ഒരു ലിംഫാറ്റിക് സ്പ്രെഡിൽ എന്തേലും ഒരു ഇൻവോൾവ്മെന്റ് വന്നാൽ ആ രോഗിക്ക് വരുന്ന അസ്വസ്ഥത ഈ അസ്റ്റേറിയ റൂബൻസിന്റെ സിംറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ബോറിക് പോലുള്ള മെഡിക്കൽ അസ്റ്റേറിയ റൂബൻസ് വളരെയധികം പ്രതിപാദിക്കപ്പെട്ടതും അത് ക്യാൻസറിന് വളരെ ഉതകുന്ന ഒരു മരുന്നായിട്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും ലിംഫാറ്റിക് സ്പ്രെഡിലായിരിക്കും ഇതിന്റെ റോള്. അതിന് പൊട്ടൻസി പലപ്പോഴും 30, 200 ലെവലിൽ തന്നെ ഒക്കേഷണലി കൊടുത്താണ്
ഈ രോഗിക്ക് നൽകാറുണ്ട്. ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ അങ്ങനെയാണ്. അപ്പം ധനേഷ് ഡോക്ടറുടെ സംശയം കഴിഞ്ഞോ? ധനേഷ് ഡോക്ടറെ? അപ്പൊ പലപ്പോഴും നമ്മൾ ക്യാൻസർ ചികിത്സയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് അഡോപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കാം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് നമുക്ക് സെലക്ട് ചെയ്തെടുത്താൽ അത് വലിയ ഒരു വിജയമായിരിക്കും ആ രോഗികൾക്ക്. അപ്പൊ അപ്പോഴും നമുക്ക് ഒരു മൾട്ടിമിയാസ്മാറ്റിക് ലെവലിൽ വരുന്ന ഒരു അസുഖമായതിനാൽ നമുക്ക് ആ രോഗിയെ സ്റ്റെബിലൈസ് ചെയ്യാനും ആ രോഗിക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കൊടുക്കാനും ഒക്കെ കാര്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലെവൽ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റു മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ട സിറ്റുവേഷൻ റെമഡീസ്, ഡ്രെയിനേജ് റെമഡീസ് എല്ലാം വരും. പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് സെലക്ട് ചെയ്യുമ്പോൾ ക്യാൻസർ കോശങ്ങളുടെ ഒരു സവിശേഷത എന്ന് പറയുന്ന ഏതാനും വലിയ റൂബ്രിക്സ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ആ ക്യാൻസർ കോശങ്ങൾക്ക് എപ്പോഴും ഒരു ഡിസ്ട്രക്റ്റീവ്നെസ് ആണ്, ഒരു സംഹാര അവസ്ഥയാണ് ആ കോശങ്ങളുടെ സ്വഭാവം. അതുപോലെ വയലന്റ് നേച്ചർ ആയിരിക്കും ആ കോശങ്ങളിൽ വരുന്ന അന്തർലീനത്വം. അതുപോലെ രോഷത, അതുപോലെ ക്രൂവൽറ്റി, ഇൻഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ ത്രട്ടനിങ്, ഭയാനകമായ വിനാശം വിതയ്ക്കുന്ന സെൽസ് ആയിട്ട് അത് രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ, ലങ് ക്യാൻസർ ഇതൊക്കെ ഹൈഡിങ് ആയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ ഒരു 90% ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ ആയിരിക്കും രോഗിയോ ഡോക്ടറോ അറിയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈ കോശങ്ങളുടെ നേച്ചർ വെച്ച് റൂബ്രിക്സിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു സിന്തറ്റിക് റെപ്പർട്ടറിയുടെ ലെവലിലൊക്കെയാണ് ഞങ്ങള് പെട്ടെന്ന് കേസ് ടേക്കിംഗ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ആ ലെവലിലാണ് ഈ റൂബ്രിക്സിനെ ഞങ്ങൾ തരം തിരിച്ചത്. എന്നാൽ ആധുനിക ഹോമിയോപ്പതി ചികിത്സകരൊക്കെ ഒത്തിരി ഇതിന് സമാനമായിട്ടുള്ള റൂബ്രിക്സുകൾ തിരഞ്ഞെടുത്ത് ഒത്തിരി മരുന്നുകൾ സെലക്ട് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിലേക്ക് എനിക്ക് പറയാനുള്ളത്. ധനേഷ് ഡോക്ടറെ സംശയം കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അഫ്സൽ പുഴിക്കാടൻ ഡോക്ടറിനെ ക്ഷണിക്കുകയാണ്. അഫ്സൽ ഡോക്ടർ സംസാരിക്കാം. സാറേ, കേൾക്കുന്നുണ്ട്. പിന്നെ സാറേ, പിന്നെ ഈ പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് ഉണ്ടല്ലോ, കാർസിനോമ, അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം? അതെങ്ങനെയാണ് അതെങ്ങനെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം? അതിൽ ഏതൊക്കെ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും? ഡോക്ടറെ, പാൻക്രിയാറ്റിക് ക്യാൻസർ വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹൈഡിങ് നേച്ചറിൽ വരുന്ന ഒരു ക്യാരക്ടറുള്ള ക്യാൻസർ ആണ് പാൻക്രിയാറ്റിക് ഡക്ട് പാൻക്രിയാറ്റിക് ക്യാൻസർ. പലപ്പോഴും ഈ ക്യാൻസറിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസർ ഡയാത്തസിസ് ലെവലിലേക്ക് ആ രോഗി പോകുന്നു. അതുപോലെ തന്നെ ഇൻസുലിനോമ, അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ ഇപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ പാരമ്പര്യ ഘടകങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഒരു പ്രോണായിട്ട് തന്നെ, ഒരു ഓൺകോജീനായിട്ട് തന്നെ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പം ഈ അവസ്ഥയിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ നിത്യസംഭവമായിട്ട് മാറിയെന്ന ഡോക്ടറുടെ ആ ചോദ്യത്തിന് തന്നെ ഞാൻ അതിനെപ്പറ്റി ഇടപെട്ട് സംസാരിക്കുകയാണ്. പലപ്പോഴും പാൻക്രിയാറ്റിക് ക്യാൻസർ ഒരു ഹൈഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവൽ വരുമ്പോൾ ഹൈഡിങ് നേച്ചർ ഉള്ള ഡ്രഗുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈഡിങ് നേച്ചറുകളിൽ ഞങ്ങൾ പലപ്പോഴും പാൻക്രിയാറ്റിക് ക്യാൻസർ സെലക്ട് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒന്ന് തൂജ തന്നെയാണ്. പിന്നെ ഈ രോഗികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടൈപ്പ് 2 ഡയബറ്റിക്, ഇൻസുലിനോമ, അതുപോലെ തന്നെ ചില ക്യാൻസർ ഡയാത്തിസിസ്, ചിലർക്ക് പാരമ്പര്യ ഘടകങ്ങൾ തന്നെ പ്രകടമായിട്ടുണ്ട്. ഇതിനെല്ലാം ആസ്പെക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റോൾ ചെയ്യാൻ പറ്റുന്ന തൂജ തന്നെയാണ്. തൂജ ഒരു ഇന്റർകറന്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തു തുടങ്ങും. പിന്നെ ഈ രോഗിക്ക് വരുന്നത് പലപ്പോഴും പ്രൊഗ്നോസിസ് 5 ഇയർ വരെ പ്രൊഗ്നോസിസ് ആണ് മോഡേൺ മെഡിസിൻസ് കൂടുതലായും പാൻക്രിയാറ്റിക് ക്യാൻസറിന് പറയുന്നത്.
അപ്പം ആ രോഗിക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പാങ്ക്രിയാസിന്റെ ഒരു ടോട്ടൽ പിന്നെ പാങ്ക്രിയാസ് എടുത്ത് കളയേണ്ട സർജിക്കൽ മെഷേഴ്സ് ഒക്കെ ഇപ്പൊ ഉണ്ട്. റോബോട്ടിക് സർജറി വരെ ഇപ്പം നിലവിലുണ്ട്. അപ്പൊ അത് ചിലപ്പോഴും പോസ്റ്റ് പിന്നെ ബിഫോർ സർജറിക്കാണ് ഏറ്റവും പര്യാപ്തമായ മരുന്ന്. കാർസിനോസിനും തൂജയും ആണ് ഞങ്ങളത് കൂടുതലും ഈ രോഗികൾക്കൊക്കെ കൊടുക്കാറുള്ളത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആസ്പെക്റ്റിലല്ല ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഡ്യൂറിങ് സർജറിക്ക് ശേഷമാണെങ്കിൽ ഈ ക്ലാസ്സിന്റെ ഒരു ഞങ്ങൾ അവലംബിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റോ കെമിക്കൽസ് തന്നെ കൊടുക്കും. ഫൈറ്റോ കെമിക്കൽസ്, ഹോമിയോപ്പതിയിലെ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ് തീവ്രമായിട്ട് റോൾ ചെയ്യുന്നത് ഏറ്റവും പാങ്ക്രിയാറ്റിക് ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ വിസ്കോആൽബിൾ മദർ ടിഞ്ചർ ആയിരിക്കും. ഈ വിസ്കോആൽബിൾ മദർ ടിഞ്ചർ 10 drops thrice ഡെയിലി കൊടുത്താൽ ഒരു പോസ്റ്റ് സർജിക്കൽ അല്ലെങ്കിൽ അഡ്ജുവന്റ് ആയിട്ട് തന്നെ കീമോ റേഡിയേഷൻ കഴിഞ്ഞുള്ളവർക്കും ഈ തൂജ കാർസിനോസ് ഇന്റർകറന്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഈ രോഗിക്ക് വിസ്കോആൽബ് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇതിന്റെ കോശം വിഘടനീകരണം, അതുപോലെ മെറ്റാസ്റ്റാസിസ്, അതുപോലെ തന്നെ ഈ രോഗിയുടെ വീക്ക്നെസ്, അതിനെല്ലാം നല്ല സേഫ് ആക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ അവലംബിക്കുക. ഏകദേശം ഈ 3 മരുന്നുകളാണ് പിന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ സപ്പോർട്ടീവായിട്ട് കൊളിസ്റ്ററിനെ കൊടുക്കാറുണ്ട്. കൊളിസ്റ്ററിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അതിന്റെ ഒരു ഹൈപ്പർ മെറ്റാബോളൈറ്റ്സ് ലെവലിലേക്ക് ഈ ബോഡി ശരീരത്തിൽ ഒത്തിരി വ്യഗ്രത കാണിക്കുന്നതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ റോള് ചെയ്യാൻ പറ്റിയ ഒരു ഘടകം കൊളിസ്റ്ററിനാണെന്ന് ഞങ്ങൾ പല ബുക്സുകളിൽ നേരത്തെ തന്നെ ബുക്കുകൾ കാണുന്നുണ്ട്. ഒരു ഫാറ്റ് മെറ്റബോളിസം, അതുപോലെ തന്നെ പിന്നെ ഈ ഇൻസുലിന്റെ റിയാക്ഷൻസ്, അതുപോലെ ഇൻസുലിൻസിന്റെ ഒരു അപ്ടേക്കും ഡിപ്രവേഷനും വരുന്ന ഒരു ലെവലൊക്കെ ഈ പാങ്ക്രിയാസിനെ കൂടുതൽ പ്രകോപിതരാക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് ബോഡി പോകും. അതുപോലെ തന്നെ പാങ്ക്രിയാറ്റിന് ആ കോശ നശീകരണത്തിന്, അതായത് നമ്മൾ ഡയബറ്റീസിനൊക്കെ ചിലപ്പോൾ പാങ്ക്രിയാറ്റിന് കൊടുക്കുമെങ്കിലും പാങ്ക്രിയാറ്റിന് 6C പലപ്പോഴും ക്യാൻസറിന്റെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും ക്യാൻസർ കൺവേർഷൻ ആകാതിരിക്കാനും ക്യാൻസർ കോശങ്ങളല്ലാത്തതിനെ അതുപോലെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു മരുന്നാണ് പാങ്ക്രിയാറ്റിന്. അത് പലപ്പോഴും 6C പൊട്ടൻസി ആയിരിക്കും. അത് പലപ്പോഴും ഡെയിലി ഓരോ ഡോസൊക്കെ കൊടുക്കും. കൊളസ്ട്രോളിനും ആണെങ്കിലും കൂടുതലും ടാബ്ലറ്റ്സ് ആണ്, 3x6 ടാബ്ലറ്റ് കൊടുക്കും. വിസ്കോആൽബ് മദർ ടിഞ്ചർ ആണെങ്കിൽ 10 drops thrice ഡെയിലി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റോലിക്ക ഡീകാൻഡൻസസ് പോലെ തന്നെ റെസിസ്റ്റ് ചെയ്യാത്ത ഒരു മദർ ടിഞ്ചർ ആണ്. നിന്ന് തന്നെ രോഗിക്ക് ഒരു 24 മണിക്കൂറും എത്ര ദിവസം കൊടുത്താലും അതിന്റെ ആക്ഷൻ നിലനിൽക്കുന്ന ഒരു പ്രത്യേക മരുന്നുകളിൽ ഒന്നാണ് വിസ്കോആൽബ്. അതുപോലെ തന്നെ ഒരു സൈക്കോട്ടിക് ആസ്പെക്റ്റിൽ ആ രോഗി ഏറ്റവും കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ ഏറ്റവും നല്ല മരുന്ന് തൂജയാണ്. അതുപോലെ ഇന്റർകറന്റ് ആയിട്ട് നോസോഡുകളിൽ കാർസിനോസിൻ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ക്യാൻസർ ഡയാത്തസിനെ ഒരു ബ്രേക്ക് കൊടുക്കാനും അതുപോലെ തന്നെ പല സവിശേഷതകളും കാർസിനോസിന് നല്ല റോളുണ്ട്. കാർസിനോസിൻ ഓവറായിട്ട് കൊടുത്താൽ രോഗിക്കൊന്നും അപകടം വരുന്നതായിട്ട് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നോട് ഞാൻ ഈ അവസരത്തിൽ അവസരം വിനിയോഗിക്കുകയാണ്. ഓക്കെ സാറേ, പിന്നെ കാഡ്മിയം സൾഫ് ഏതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട്, സിന്തസിസിലൊക്കെ സൾഫ് ഒക്കേഷണലി കാണാറുണ്ട്. കാഡ്മിയം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഞാൻ കാഡ്മിയം സൾഫ് പലപ്പോഴും സ്റ്റൊമക് ക്യാൻസറിന് കൊടുക്കാറുണ്ട്. സ്റ്റൊമക് ക്യാൻസർ. പിന്നെ സാറേ, പിന്നെ ഇതിന് മെറ്റാസ്റ്റാസിസ് കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഈ പാങ്ക്രിയാസിന് കൂടുതൽ ലിവറിൽ അങ്ങനൊക്കെ ആയിട്ട് മെറ്റാസ്റ്റാസിസ് വരുന്നുണ്ടോ ഇതില്? കോംപ്ലിക്കേഷൻ ആയിട്ട് വേറെ മെറ്റാസ്റ്റാസിസ് വരലുണ്ടോ? വേറെ ഓർഗൻസില് മെറ്റാസ്റ്റാസിസ് വേറെ ഓർഗൻസിൽ കൂടുതൽ അങ്ങനെ വരുമോ? മറ്റേ പാങ്ക്രിയാറ്റിക് ഇപ്പൊ അട്രോഫി കാണിക്കുന്നുണ്ടെന്ന് പലപ്പോഴും ഇപ്പോഴത്തെ പ്രോട്ടോകോൾ പാങ്ക്രിയാസ് ക്യാൻസറിന്റെ പാങ്ക്രിയാസ് ഒരു ടോട്ടലോ അല്ലെങ്കിൽ പാർഷ്യലോ എടുത്തു കളയാറുണ്ട്. പലപ്പോഴും അതൊരു അയലൻഡ് പോലെ നിൽക്കുന്ന ഒരു ഓർഗൻ ആയതുകൊണ്ട് അതിന്റെ ടിഷ്യൂ പെനിട്രേറ്റഡ് ലെവലിൽ പലപ്പോഴും
പിന്നെ ഒരു പിന്നെ മാക്സിമം സർജറി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാറുണ്ട് പാൻക്രിയാസ് ക്യാൻസർ. പലപ്പോഴും നമ്മൾ നെഗ്ലക്റ്റ് ആയിട്ട് മെറ്റാസ്റ്റാസിസോട് കൂടിയാണ് ഈ രോഗി മോഡേൺ മെഡിസിനാണല്ലോ ഹോമിയോ ഡോക്ടറെ അടുത്താണ് വന്നു ഭവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മെറ്റാസ്റ്റാസിസ് ലെവലിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തേണ്ടിട്ട് വരുന്നത്. പലപ്പോഴും ഗോൾ സ്റ്റോണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നെഗ്ലക്റ്റഡ് ആണ്, ഒരു ഹൈഡിങ് ക്യാരക്ടറുള്ള ക്യാൻസർ ആയതുകൊണ്ട് പലപ്പോഴും 4th സ്റ്റേജിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് ഈ പേഷ്യൻസിനെ നമ്മളെ മുന്നിൽ വരുന്നത്. അതൊരു പ്രശ്നമാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്. ഓക്കെ ഡോക്ടർ. പിന്നെ പെയിന് കൺട്രോൾ ചെയ്യാന് മറ്റേ കാൽക്കേരിയ ആഴ്സ് ഫത്തക്കില് പറയുന്നുണ്ട്. അത് എത്രത്തോളം കാൽക്കേരിയ ആഴ്സ് എന്ന് പറയുന്നുണ്ട്. കൽക്കേരിയ ആഴ്സ് ഒരു ജനറൽ പെയിൻ തന്നെയാണ് ക്യാൻസറിന്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പാൻക്രിയാറ്റിക് ക്യാൻസറിന് ഞാൻ മരുന്ന് കൊടുത്തത് പിന്നെ വലിയ പെയിൻ ആയിരുന്നു. അത് കോഫിയ കൊടുത്താണ് പറഞ്ഞത്. കോഫിയ അതിന് സിംറ്റം ഒന്നും ഞാൻ എടുത്തില്ല. കോഫിയ 30 റിപ്പീറ്റഡ് ആയിട്ട് ഡോസ് കൊടുത്തു. പെയിൻ മാറുകയും ചെയ്തു. കൂടുതലും പെയിൻ റെമഡി ആയിട്ട് ഉപയോഗിക്കുന്ന പിസിഡിയ മദർ ടിഞ്ചർ ആണ്. പിസിഡിയ മദർ ടിഞ്ചർ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെ. അഫ്സൽ ഡോക്ടറെ, ഇനി നമ്മുടെ ദേവൻ ഡോക്ടർ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ആദ്യത്തെ എന്റെ ഒരു സംശയത്തിന് ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു താങ്ക്സ്. കാരണം കാർസിനോസിൻ എന്റെ അനുഭവത്തിലും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ദോഷമൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ പലപ്പോഴും പല കമന്റ്സിലും അങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത്, വലിയ അപകടമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും സാർ അങ്ങനെ താങ്കളുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം. നല്ലൊരു പ്രത്യേക ഇത് വന്നിട്ടില്ല. എന്തായാലും എനിക്ക് അതിന്റെ സംശയം അതല്ല. ഞാൻ ചോദിക്കാൻ ഇതൊക്കെ ഈ കാർസിനോസിൻ മിക്സ് ഇപ്പൊ നേരത്തെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണല്ലോ. അപ്പൊ അതിൽ കാർസിനോസിൻ മിക്സ് ആക്ട് ചെയ്യുമെന്നിങ്ങനെ ഉണ്ട്. പക്ഷെ അതിലെ ഇൻഗ്രീഡിയൻസ് അതിന്റെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. ബ്രസ്റ്റ് ക്യാൻസറിന് നല്ലതാണെന്ന് SPLന്റെ പ്രൊഡക്ഷൻ ആണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുമുണ്ട്. പക്ഷെ അത് എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടാണോ അങ്ങനെ വല്ലതും? അല്ല, കാർസിനോസ് മിക്സ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു മെഡിസിൻ SPL ഇറക്കുന്നുണ്ട്, നെറ്റിലുണ്ട്. ഞാൻ വാങ്ങിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്, ഓൾറെഡി സ്റ്റോക്ക് ആണ്. അല്ലല്ല, 30C 200 വണ്ണം. കാർസിനോസിൻ മിക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞങ്ങൾ സാധാരണ 200 വണ്ണമോ അങ്ങ് കൊടുക്കും. അതെ, ഞാനും അങ്ങനെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം ഇതിങ്ങനെ കണ്ടപ്പോ SPLന്റെ അത് 30 വണ്ണം, ഇത് നമ്മൾക്ക് എല്ലാ പൊട്ടൻസിയും കിട്ടും. നമ്മള് അത് വാങ്ങിച്ചു വെച്ചത് ഇത് കണ്ടപ്പോഴാണ്. പക്ഷെ നെറ്റിലൊന്നും സെർച്ച് ചെയ്തിട്ട് കീ ഇൻഗ്രീഡിയൻസ് കാർസിനോസിൻ എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഇത് സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടി. അപ്പൊ സാറിന് അറിയാമെങ്കിൽ എന്നുള്ള രീതിക്ക് ഞാൻ ചോദിച്ചതാണ്. അത് പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിനാണ്. മിക്സിനെ പറ്റി അറിയില്ല. കാർസിനോസിൻ ഞാൻ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ തന്നെ കോളോറക്ടൽ ക്യാൻസറിനെല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ വർഷങ്ങളോളം കൊടുക്കാറുണ്ട്. ഒരു പേഷ്യന്റ് ഒരു കുഴപ്പമുണ്ടാകാം. അത് താങ്ക്സ്. അത് കാരണം ഞാനും കൊടുത്തിട്ട് അങ്ങനെ. പിന്നെ പൊട്ടൻസി എപ്പോഴും 200 1 10 വരെ കൊടുക്കാറുണ്ട്. ഞാൻ ഊഹിച്ചതാണ്. എന്റെ ഒരു ധാരണ ഈ CA അഡിനോമ സ്റ്റൊമക്ക് CA അങ്ങനെ കുറെ ഇതുണ്ടല്ലോ, ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്തതാണോ ഈ കാർസിനോസിൻ മിക്സ് എന്ന് എനിക്ക്
കാരണം അങ്ങനെ നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല. അവരുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തതായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ശരി, താങ്ക് യു സാർ. നന്ദി ദേവൻ ഡോക്ടറെ. ഹരിഹരൻ സാറ് ചോദ്യം ചോദിക്കാം. ഡോക്ടർ സജിമോൻ. യെസ് സാർ. ഡോക്ടറെ കണ്ടതിൽ വളരെ സന്തോഷം. ഡോക്ടറെ, ഈ മെഡിസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഡയറ്റ്. എല്ലാ ക്യാൻസർ പേഷ്യൻ്റിൻ്റെയും ഡയറ്റ് മെഡിസിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിവേഴ്സിബിൾ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അനുഭവത്തിലും പിന്നെ കാണുന്നത് നമ്മൾ മെഡിസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഫുഡ്, ആഹാരം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ ഡോക്ടർ എങ്ങനെയാണ് ഈ ആഹാരത്തിൻ്റെ കാര്യം, അവരുടെ ഫുഡ് ഐറ്റം, അവരുടെ അത് എങ്ങനെയാണ് ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് അനുഭവമുണ്ട്, അത് ഞാൻ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് പറയാം. പലപ്പോഴും ഞാൻ ക്യാൻസർ പേഷ്യൻസിന് കൂടുതലും ഫാറ്റ് ഫുഡ് കുറയ്ക്കാൻ പറയും. കോഫി കഴിക്കണ്ടെന്നൊന്നും ഞാൻ പറയാറില്ല, സത്യമായിട്ടും. അങ്ങനെ ഒരു പത്യം ഞാൻ പറയാറില്ല. അതുപോലെ തന്നെ ഓരോ ക്യാൻസറിനും ഓരോ ട്രിഗേഴ്സ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ തൈറോയിഡ് ക്യാൻസർ, അപ്പം ഗോയിട്രോജനിക് സബ്സ്റ്റൻസ് ആയ തയോസൈനേറ്റ് അടങ്ങിയ ടപ്പിയോക്ക, അതായത് വളവിട്ട ടപ്പിയോക്ക, വളവിട്ട മരച്ചീനി, ഇങ്ങനെയുള്ള നമ്മൾ ബ്രോക്കോളി ക്യാൻസറിന് നല്ലതാണ്. പക്ഷെ നമുക്ക് കൂടുതലും ബ്രോക്കോളി കൂടുതൽ അഡ്വൈസ് പറയാൻ പറ്റില്ല. വളവിട്ട ബ്രോക്കോളി ആയിരിക്കും ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നത്. അപ്പൊ അത് ബ്രോക്കോളി ഒരു ആന്റി ക്യാൻസറസ്, ആന്റി ഓക്സിഡന്റ്, ആന്റി ട്യൂമറോജനിക് പോലെയാണ് ക്യാബേജ് വെറൈറ്റീസിലുള്ള പിന്നെ വിഭവങ്ങളല്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ആ പേഷ്യൻസിനെ നിർബന്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയും വളമിട്ട സാധനങ്ങൾ ഒഴിവാക്കാൻ. ഞാൻ എൻ്റെ ഒരു അഡ്വൈസ് അങ്ങനെ പറയാറുള്ളൂ. പിന്നെ ഞാൻ കൂടുതൽ ഫാറ്റ് ഫുഡ് ഒഴിവാക്കാൻ പറയും. അതുപോലെ തന്നെ നമ്മൾ മില്ലറ്റോ ഗോതമ്പിനെ പറ്റി ഒന്നും വലിയ ഇതൊന്നും ഞാൻ പറയാറില്ല. പിന്നെ നമ്മൾ കൂടുതലും പഥ്യങ്ങളില് ഇങ്ങനെയുള്ള ഓരോ രോഗാവസ്ഥകൾക്ക് ഓരോ ഓർഗനെ സെൻസിറ്റൈസ് ചെയ്യുന്ന പല ഘടകങ്ങളുള്ള ഫുഡുണ്ട്, അത് ഒഴിവാക്കാനേ ഞാൻ പറയാറുള്ളൂ. പ്രത്യേകിച്ച് പിന്നെ നമ്മൾ വസ്തുതാപരമായിട്ട് തന്നെ ക്യാൻസർ പ്രിവെൻഷനാണ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും വിഷരഹിത വെജിറ്റബിൾസുകൾ നമ്മൾ ഉണ്ടാക്കുകയും അത് ബോധവൽക്കരിക്കുകയും അത് കഴിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറാനും ഒക്കെ ഉള്ളത് നമ്മൾ ഡോക്ടർമാരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അവയർനെസ് ആയിട്ട് മാറേണ്ടതാണ്. അപ്പൊ ക്യാൻസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ റോള് ചെയ്യുന്നത് സസ്യാഹാരം പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്യാൻസറിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ടറായിട്ട് അതിനെ വെസ്റ്റേൺസ് ഏറ്റവും കൂടുതൽ ക്യാൻസറിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. നട്ട്സുകൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പീനട്ട്സ്, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മത്തങ്ങാക്കുരു, പിന്നെ അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ആരോ റൂട്ടിന്റെ വിഭവങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഇപ്പം നമ്മള് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാല് കൂടുതലും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വന്ന വിഭവങ്ങൾ വളരെയാണ്. നമ്മൾ കേൾക്കാത്ത പോലും വിഭവങ്ങൾ വരുത്തി വെച്ച് കഴിക്കുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ അകത്തൊരു ഒപ്പോസ് എപ്പോഴും പറയും, ഓൺലൈനിലൊക്കെ വരുന്നതിന് പ്രിസർവേറ്റീവ് എന്താണേലും കാണും. അപ്പൊ ഞങ്ങൾക്കത് എൻ്റെ ട്രീറ്റ്മെന്റിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പ്രിസർവേറ്റീവ്സ് എല്ലാം അഴിച്ചുവിട്ടിട്ട് ഇതിന്റെ PSA വാല്യൂ കൂടുക, ഇതൊക്കെ നിത്യസംഭവമാണ്. നമ്മളത് മരുന്ന് കൊടുത്ത് PSA കുറച്ച് കഴിയുമ്പോൾ ഇവര് വാൾനട്ട് ഉദാഹരണമാണ്. വാൾനട്ട് പ്രിസർവ് ചെയ്ത് കിട്ടി ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള രോഗി കൃത്യമായിട്ട് തന്നെ ഇത് വാൾനട്ട് നല്ലതാന്ന് പറയും. നമ്മളറിയാതെ തന്നെ വാൾനട്ട് ഒറിജിനൽ ആണെങ്കിൽ PSA താഴും, ടെൻഡൻസി ടു പ്രോലിഫറേഷൻ തടയും പ്രോസ്റ്റേറ്റ് ക്യാൻസറില്.
അപ്പം അത് ഇവർക്ക് ഇത് കിട്ടാനുള്ള ലഭ്യത ചിലപ്പം ഓൺലൈനിലായിരിക്കും. അത് പലപ്പോഴും പ്രിസർവേറ്റീവ് കൂടി കഴിയുമ്പോൾ ഇതൊരിക്കലും PSA പറയുന്നതായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ലിമിറ്റ് ചിന്തിച്ച് മാത്രമേ ഇവർക്കൊരു ഡയറ്റ് റെസ്ട്രിക്ഷൻ, ഡയറ്റ് അല്ല, ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ഞാൻ അതിൽ ഇടപെടാറുള്ളൂ എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഡോക്ടറെ കൂടെ നെറ്റ് പോകുന്നത് കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാന് കർശനമായിട്ട് മിൽക്ക് ഒഴിവാക്കും. പാല് യാതൊരു കാരണവശാലും കൊടുക്കത്തില്ല. പാല് പല രോഗങ്ങളെയും ട്രിഗർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മിൽക്ക്. എൻ്റെ അനുഭവത്തിലാണ് ഞാൻ ഈ പറയുന്നത്. മിൽക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഈ പഴവും പച്ചക്കറിയിലും വിഷമുണ്ടെങ്കിൽ പോലും ഈ ഫാസ്റ്റ് ഫുഡ് അതിനേക്കാൾ തീർച്ചയായിട്ടും ബാലൻസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രിഫറബിൾ ആയിട്ട് വെജിറ്റബിൾ തന്നെയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. ആൾക്കാർ പറയാറുണ്ട് വെജിറ്റബിളിനകത്ത് മുഴുവൻ വിഷമാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും നമ്മളത് വെജിറ്റബിൾ ഇപ്പം എല്ലാവർക്കും കൃഷി ചെയ്ത വെജിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നാൽ പോലും കിട്ടുന്ന വെജിറ്റബിൾ നന്നായിട്ട് നമ്മൾ വിനാഗിരിയിലോ എന്തെങ്കിലുമൊക്കെ കഴുകിയിട്ട് അവരുടെയൊക്കെ പറഞ്ഞത് റോ ആയിട്ട് തന്നെ, അത് എൻ്റെ ഒരു പ്രോസസ്സ് ഈക്വൽ ക്വാണ്ടിറ്റി, അതായത് നമ്മൾ 1 കപ്പ് ചോറ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് റോ വെജിറ്റബിൾ അതിൻ്റെ കൂട്ടത്തിൽ സമാനമായിട്ട്, അതേ ഇതൊരു കോമൺ ഡയറ്റാണ്. ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും മറ്റേത് രോഗികൾക്കാണെങ്കിലും ഞാൻ പറയുന്ന ഒരു ഡയറ്റാണ് ഇത്. ഈ റോ വെജിറ്റബിൾ, പിന്നെ സ്റ്റാർച്ചും, പിന്നെ ഞാൻ പറയുന്നത് മില്ലറ്റ്സ്. ഡോക്ടർ ഒന്ന് കൊടുത്തു നോക്കൂ. ഈ മില്ലറ്റ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള രോഗികൾക്ക്. മിക്കവാറും എല്ലാ രോഗികൾക്കും, നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിലോ ഹൈപ്പർ ടെൻസീവ് ആണെങ്കിലോ വേറെ ഏത് രോഗികൾക്കും ഈ മില്ലറ്റ് വളരെ പ്രയോജനകരമായിട്ടാണ് തോന്നുന്നത്. ഒരു നേരം മില്ലറ്റ് കഴിക്കാൻ പറയൂ അവരുടെ കയ്യിൽ. അത് ഈവനിങ്ങിലാണ് ഞാൻ സാധാരണയായിട്ട് പറയുന്നത്. ഉച്ചയ്ക്ക് അവർക്ക് ചോറ് കഴിക്കാം. അന്ന് നോക്കിയിട്ടൊക്കെ അതൊക്കെ ഒരു ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സജീവൻ ഡോക്ടർ, ഈ മധുരം കുറയ്ക്കണമെന്ന് പറയുന്നില്ലേ? പഞ്ചസാര നമ്മളെല്ലാ ഇപ്പൊ അരിയൽ സാറ് പറഞ്ഞ പോലെ തന്നെ പഞ്ചസാര കുറയ്ക്കാന്നുള്ള നമ്മൾ എല്ലാ അസുഖത്തിനും അതിപ്പോ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, പഞ്ചസാര ക്യാൻസറിന് തന്നെയല്ല, പഞ്ചസാര മാക്സിമം കുറയ്ക്കാൻ അല്ല സാറേ? അതെ, പഞ്ചസാര ഉപയോഗിക്കാനേ പാടില്ല. പഞ്ചസാര ഭയങ്കര വില്ലനാണ്. എല്ലാ അസുഖങ്ങൾക്കും അതൊരു വലിയ ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ്. അതെ. പിന്നെ ഡോക്ടറെ, ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നല്ലത് പഴവും പച്ചക്കറിയും. ഡോക്ടർ ഗംഗാധരൻ പോലും റെക്കമെൻഡ് ചെയ്യുന്നതാണ് പഴവും പച്ചക്കറിയും. ഡോക്ടർ ഗംഗാധരൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. പച്ചക്കറി വിഷമാണെന്ന് പോലും ചിന്തിക്കണ്ട, കഴിച്ചോളാനാ പറയുന്നത്. എന്നാണ് ഡോക്ടർ ഗംഗാധരൻ പറയുന്നത്. അതെ, കഴിക്കണം എന്നാ പറയുന്നത്. കഴിക്കണം, ഒന്ന് മാറ്റി വെക്കരുതെന്നാ പറയുന്നത്. അതെ, കഴിക്കണം, മാറ്റി വെക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. നന്ദി ഹരിഹരൻ സാറ്. ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇല്ലെങ്കിൽ സജീവൻ ഡോക്ടർ കുറച്ചുകൂടെ കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഡോക്ടറുടെ അനുഭവത്തില് ഇത് 100% ഇത് ഭേദമായിട്ട്, അതായത് കംപ്ലീറ്റ് സിംറ്റംസ് ഡിസപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ഒരു പത്തോളജിക്കൽ എക്സാമിനേഷന് വിടാറുണ്ടോ? തീർച്ചയായിട്ടും വിടാറുണ്ട്. അങ്ങനെ വിട്ടുകഴിഞ്ഞ് ടോട്ടലി ഇത് മാറി എന്ന ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കേസസ് ഡോക്ടറുടെ കയ്യിലുണ്ടെങ്കിൽ അത് വിട്ടൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് സാർ. അതെന്തിനാ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് നമ്മളെല്ലാവരും ഇതൊരു ഈസോട്രിക് ഇതാണ് എന്നും പറഞ്ഞ് ഒരു ഗൂഢവിദ്യ,
എന്നുള്ള നിലയില് ആൾക്കാർ കാണാതെ ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വെളിവിട്ടേ പറ്റൂ. ഈ രോഗിയുടെ സമ്മതത്തോടു കൂടി അത് വിട്ടേ പറ്റൂ. അപ്പൊ അങ്ങനെ ഡോക്ടറുടെ കയ്യിലുണ്ടോ അത് അങ്ങനെ പബ്ലിഷ് ചെയ്തൂടെ? ഉണ്ട് സാറേ, ഞാൻ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാം. അവിടാണ് ഇതിന്റെ അതായത് ഇപ്പൊ ഹോമിയോപ്പതി ഡോക്ടർമാര് എല്ലാവരും ഒത്തിരി ക്യാൻസർ വിദഗ്ധന്മാരുണ്ട്. നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർമാരിൽ ഒത്തിരി ക്യാൻസർ വിദഗ്ധന്മാരുണ്ട്. പക്ഷെ അവരെല്ലാവരും ഇതിനുള്ള എവിഡൻസ് വെളിയിൽ വിടുന്നില്ല. അതിന് എവിഡൻസ് വിടുക എന്ന് പറഞ്ഞാൽ പേപ്പർ പ്രസന്റേഷനിൽ കൂടെ വിടാനാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. പേപ്പർ പ്രസന്റേഷൻ തന്നെ വിടണം. അല്ലാതെ വീഡിയോസ് റിസർച്ച് പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളുടെ കേസ് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ അനുവാദം ഇല്ല. അല്ല, രോഗിയുടെ അനുവാദത്തോടു കൂടി വേണം വിടാൻ. രോഗിയുടെ അനുവാദത്തോടു കൂടിയൊക്കെ വിടുകയൊക്കെ ചെയ്യാം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ ഇത് പബ്ലിക് അംഗീകരിക്കത്തുള്ളൂ ഡോക്ടറെ. തീർച്ചയായിട്ടും അത് ഞാൻ അംഗീകരിക്കുന്നു. സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ പല ഹോമിയോപ്പതി ഡോക്ടർമാരും ഈ ചികിത്സിക്കുന്നുള്ളവരെ ഇത് പറയുമ്പോ ഞാനിത് പറയാറുണ്ട്. ഈ കാര്യം പറയുമ്പം പിന്നെ അവരെ കാണത്തില്ല, ആ ഫീഡ് പിന്നെ കാണത്തില്ല അവർ. ഞാൻ കാണുകയൊക്കെ ചെയ്യും സാറേ. അതുകൊണ്ടാണ് ഡോക്ടറൊക്കെ ഞാൻ പറഞ്ഞത്. ഇത് അതുകൊണ്ടാണ് ഡോക്ടർ കാണും. ഡോക്ടർ ഒരു സംശയം ചോദിച്ചോട്ടെ? പുതിയതായിട്ടൊരു കേസ് വരുമ്പോൾ ഡോക്ടർ മെറ്റാസ്റ്റാസിസ് ഉണ്ടാകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? മെറ്റാസ്റ്റാസിസിൽ എന്റെ റോളെന്ന് പറഞ്ഞാല്, എന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാല് ഫൈറ്റോ കെമിക്കൽസ് റോളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫൈറ്റോ കെമിക്കൽസ് ഹോമിയോപ്പതിയിൽ ഒരു കീമോ പ്രിവെന്റീവ് ആയിട്ട് കൊടുക്കുന്ന പലപ്പോഴും വെജിറ്റബിൾ കിങ്ഡംസിലുള്ള പ്രത്യേകിച്ച് മദർ ടിഞ്ചറുകള്, അതുപോലെ തീക്ഷണമായ ആൽക്കലോയിഡ്സ് റോളുള്ള തൂജ, കൊണിയം, പിന്നെ ചിമാഫിലിയ, അതുപോലെ തന്നെ ഫൈറ്റോലക്ക ഡീകാൻഡൻസിസ്, എച്ചിനിഷ്യ മദർ ടിഞ്ചർ, കുർക്കുമ, ഇതെല്ലാം കീമോ പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ അംഗീകരിക്കപ്പെടുന്നതാണ്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ഹോമിയോ സമൂഹം അല്ല ഇത് പലപ്പോഴും റിസർച്ച് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ആയുർവേദിക്കിലും അലോപ്പതിയിലും തന്നെയാണ് കീമോ പ്രിവെന്റീവ് ലെവൽ ഈ പ്ലാന്റ്സുകളൊക്കെ റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ടിഞ്ചേഴ്സ് ഇത് യൂസ് ചെയ്യുമ്പോൾ അത് മറ്റു മോഡേൺ മെഡിസിന് ആയുർവേദത്തിനേക്കാളും കൂടി എക്സ്പ്ലോർഡ് ആയിട്ട് ഇതിന്റെ റിസൾട്ട് കാണാറുണ്ട്. അപ്പൊ അതിനൊരു കീമോ പ്രിവെന്റീവ് ആയിട്ട് ഈ ഡ്രഗുകളെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഓർഗൻ സെൻസിറ്റീവ് ആയിട്ടുള്ള പല ടിഞ്ചേഴ്സും ഉണ്ടാവും. ഉദാഹരണം പറയാം, എച്ചിനിഷ്യ മദർ ടിഞ്ചർ. എച്ചിനിഷ്യ മദർ ടിഞ്ചേഴ്സ് ഒരു കീമോ പ്രിവെന്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ബ്ലഡ് ക്യാൻസറിന് വരെ അത് ഉതകും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഫോബിയ വന്നാല് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന മരുന്ന് ആഴ്സനിക് ആൽബ് കഴിഞ്ഞാൽ പിന്നെ എച്ചിനീഷ്യ മദർ ടിഞ്ചറാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡില് ഏറ്റവും കൂടുതൽ റോൾ ചെയ്യുന്ന കീമോ പ്രിവെന്റീവ് എന്ന് പറയുന്നത് ഫൈറ്റോലക്ക ഡീകാൻഡൻസിസ് തന്നെയാണ്. ബ്രസ്റ്റിലാണേലും ഫൈറ്റോലക്ക ഡീകാൻഡൻസിസും ചിമാഫില അംബലിക്കറ്റ, അതുപോലെ കൊണിയത്തിലും തൂജയിലും അടങ്ങിയിരിക്കുന്ന ആ ആൽക്കലോയിഡ് പലപ്പോഴും ഡൈലൂഷനിൽ പോലും തർക്കമില്ലാതെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പൊട്ടൻറ്റൈസ്ഡ് ഡ്രഗുകളിൽ പോലും അങ്ങനെ എവിഡൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു കീമോ പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് കരുതി നമുക്ക് നൽകുകയാണെങ്കിൽ ഇതിന്റെ പ്രൊഗ്നോസിസ് ഗുഡാക്കാനും രോഗപുരോഗതി തടയാനും ഈ രോഗിക്ക് കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടിക്കൊടുക്കാനും സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റർ കറന്റ് റെമഡീസ് ആയ നോസോട്സ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാർസിനോസിന് ഞാൻ കൂടുതൽ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. കാർസിനോസിന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്
മലാൻഡ്രനമാണ്. പോസ്റ്റ് സർജിക്കൽ, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഏത് ഓർഗനിലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിന്റെ സ്പ്രെഡിനെ തടയാൻ ഏറ്റവും നല്ല നോസോഡ്സ് മലാൻഡ്രനുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വളരെ കൺഫ്യൂഷനായിട്ട് തന്നെ ഒരു രോഗി നിൽക്കുകയും ഡോക്ടർ നിൽക്കുകയാണെങ്കിൽ അതൊരു രോഗപ്രതിരോധ ശക്തി ഏറ്റവും കൂടുതൽ റോൾ ചെയ്യുന്ന സോറിനം തന്നെയാണ്. സോറിനം ഫാഗോസൈറ്റ്സിനെ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സോറിനം നോസോഡ്സ് ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ നോസോഡ്സുകൾ കാർസിനോസും മലാൻഡ്രനും സോറിനും വളരെയധികം റോള് കീമോ പ്രിവെന്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിന് ഏറ്റവും നല്ല സൂചിയാണ് കീമോ പ്രിവെന്റീവ് ആയിട്ട് നൽകുന്നത്. ലങ്സിനാണെങ്കിൽ കീമോ പ്രിവെന്റീവ് ആയിട്ട് നൽകുന്ന കാലിബൈക്രോമിക്കമാണ്. അതുപോലെ തന്നെ കോളോറക്ടൽ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ കീമോ പ്രിവെന്റീവ് ആയിട്ട് നൽകുന്ന സൂചയും പിന്നെ കുർക്കുമാലോങ്കയുമാണ്. അതുപോലെ ഒരു കിങ് ഓഫ് കീമോ പ്രിവെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോആൽബ് മദർ ടിഞ്ചറാണ്. ഇങ്ങനെ അതുപോലെ ബ്രെയിൻ ട്യൂമേഴ്സിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കീമോ പ്രിവെന്റീവ് ആയിട്ട് നൽകുന്ന തൂജയും റൂട്ടയുമാണ്. ഇങ്ങനെ പോകുന്നു അതിന്റെ ലിസ്റ്റ്. ഡോക്ടറെ, ഈ ഹൈഡ്രാസെസിസ് പിഞ്ചർ ഡോക്ടർ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഹൈഡ്രാസെസിസ് പിഞ്ചർ പലപ്പോഴും എന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസില് ഹൈഡ്രാസിസ് സ്റ്റൊമക് ക്യാൻസറിന് മാത്രമേ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ എന്റെ അനുഭവത്തില് ഈ ബ്രസ്റ്റ് ക്യാൻസറിന് 4 വർഷമായിട്ട് ഞാൻ ഹൈഡ്രാസെസിസ് മാത്രം ഒരു പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മന്ത്ലി വൺസ് താഴ്സിനോസിന് ഒരു ഡോസും കൊടുത്ത് എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. മൈലോമയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? മൈലോമയുടെ മൾട്ടിപ്പിൾ മൈലോമ മീൻസ് ചോദ്യം മൈലോമ ഏതാണെന്ന് പറയുന്നുണ്ട് സാർ? ഇല്ല, പറഞ്ഞിട്ടില്ല. അത് ചോദിച്ച ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നേരിട്ട് ചോദിക്കാം കേട്ടോ. ചോദിച്ച ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഇപ്പം ഷാജി ഡോക്ടർ. മൈലോമയില് വളരെയധികം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് റോള് ഉണ്ടെങ്കിലും കൂടുതലും പിന്നെ നമുക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് റോളൊന്നും ഇല്ല എന്നാണ് എനിക്കങ്ങനെ എക്സ്പീരിയൻസ് കുറവാണ് മൈലോമയിൽ ഞാൻ ഒരു 10 കേസുകളൊക്കെ നോക്കിയിട്ടുണ്ട്. അത് മെഡോറിന് പേഷ്യൻസിനും എടുത്ത് കുറെ റിലീഫ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ തൂജ കൊടുക്കാറുണ്ട് ചില കേസിന്. അതുപോലെ തന്നെ മൈലോമയിലെ ബോൺമാരോ ഡിസ്ട്രക്ഷന് ഏറ്റവും കൂടുതൽ റോൾ കണ്ടുവരുന്ന ഏറ്റവും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഇറിഡിയം തെറാപ്പി, ഇറിഡിയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വനേഡിയം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂട്രോപ്പീനിയ കേസ് വരുമ്പോൾ അങ്ങനെയുള്ള കേസ് മാത്രമേ ഞാനത് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ന്യൂട്രോപ്പീനിയയും പ്ലേറ്റ്ലെറ്റിന്റെ ലെവൽ വരികയും ചെയ്യുമ്പോഴും HBയുടെ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ ഇറിഡിയം തെറാപ്പി, എച്ചിനീഷ്യ മദർ ടിഞ്ചർ, വനേഡിയം, പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ബോൺ ക്യാൻസറിലും അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസറിനും ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് പിന്നെ എച്ചിനേഷ്യ മദർ ടിഞ്ചർ, അതുപോലെ ഇറിഡിയം, പിന്നെ ഫെറമെറ്റ്. ഇങ്ങനെയുള്ള ബ്ലഡ് പ്രൊഡക്ഷൻ ലെവൽ വരുന്ന കുറെ മരുന്നുകൾക്ക് ഞാൻ ഒക്കേഷണലി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മൾട്ടിപ്പിൾ മൈലോമ ചെറിയ മിക്കവാറും 80% മൈലോമകളും അലോപ്പതി സിസ്റ്റത്തില് റിസൾട്ട് വന്ന് അവർ ഗുഡ് പ്രൊഗ്നോസിസ് ആയിട്ട് പോകുമ്പോൾ കൂടുതൽ ഡോക്ടർമാരുടെ അടുത്ത് ഈ കേസ് വരാറില്ല. അത് ഗുഡ് പ്രൊഗ്നോസിസ് ആണ്. ഇപ്പൊ പുതിയ കീമോതെറാപ്പിയുടെ ലെവലിൽ ഒത്തിരി റിസൾട്ട് നല്ല, പ്രത്യേകിച്ച്
ആഴ്സനിക് ട്രയോക്സൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നിന്റെ ആവിർഭാവത്തോടു കൂടി ഒത്തിരി ഗുഡ് പ്രൊഗ്നോസിസ് അലോപ്പതി തന്നെ കിട്ടുന്നുണ്ട് ഈ മൈലോമയ്ക്ക്. അപ്പം കൂടുതലും റെയറായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അക്കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഷാജി ഡോക്ടറോട് 5 മിനിറ്റ് നമുക്കുള്ളത്. ഷാജി ഡോക്ടറും കൂടെ ചോദിക്കാം. ഡോക്ടർ ദേവൻ ഡോക്ടർ ഇവിടെ പറഞ്ഞായിരുന്നു ഈ കാർസിനോസിൻ മിക്സ് എന്നൊക്കെ പറഞ്ഞ പുതിയ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ശരി സാർ, എനിക്കറിയില്ല. അല്ല ഞാൻ പറഞ്ഞത് അതല്ല, അതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇന്ത്യൻ ഫാർമകോപ്പിയ നമ്മളെ ഇതിൽ വരണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രോട്ടോകോൾ ഇല്ലേ? അല്ലാതെ വരുന്നത് അത് നിയമവിരുദ്ധമല്ലേ? അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ? നമ്മൾ ഇതിപ്പോ ആൾക്കാർ മേടിച്ച് പുതിയത് കിട്ടുന്നതെല്ലാം പരീക്ഷണത്തിന് എടുക്കുന്നുണ്ട്, പക്ഷെ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ? അത് ഇന്ത്യൻ ഫാർമകോപ്പിയിൽ അംഗീകരിക്കണ്ടേ? ഒരു മെഡിസിൻ മാർക്കറ്റ് വരുമ്പോ അത് ഏതെങ്കിലും ഒരു താത്വികമായിട്ടൊരു പിന്നെ ഒരു അനുവാദം എവിടുന്നേലും കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് ഇല്ലീഗൽ അല്ലേ? അത് ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ്. ഇത് ഒരുപാട് മരുന്നുകൾ ഇതേ കണക്ക് വരുന്നുണ്ട്. ഹോമിയോപ്പതി ഡ്രഗ് ഇൻസ്പെക്ടറേറ്റ് ആണ് അത് പരിശോധിക്കേണ്ടത്. അതിനാരും പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് പറയാൻ അറിയില്ല. നന്ദി ഡോക്ടറെ. നമുക്ക് നമ്മുടെ സമയം 10:28 2 മിനിറ്റും കൂടെയാണ്. ജയലളിത ഡോക്ടർ എന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അത് എന്താന്ന് മനസ്സിലാവുന്നില്ല ഡോക്ടറെ. CS സ്റ്റൊമക്കിൽ കൊടുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല അത്. അതുപോലെ മെലാൻഡ്രിനം പോസ്റ്റ് സർജിക്കൽ വിച്ച് പൊട്ടൻസി എന്ന് ചോദിച്ചിട്ടുണ്ട്. മെലാൻഡ്രിനം പോസ്റ്റ് സർജിക്കലിൽ പലപ്പോഴും 200 ആണ് കൊടുക്കാറുള്ളത്. 200 പൊട്ടൻസി. അത് വീക്കിലി ഡോസ് ആണ്. അതൊക്കെ ഡെയിലി ഡോസ്. ടീച്ചർ പിന്നെ CA കേസിൽ കൊടുക്കാറുണ്ടോ അങ്ങനെ? എസ്പെഷ്യലി സ്റ്റൊമക്ക് CA സ്റ്റൊമക്ക് വന്നാൽ ടിഞ്ചർ പോസിബിൾ ആണോ? കേൾക്കാമോ? CS സ്റ്റൊമക്കിന് ടിഞ്ചർ പോസിബിലിറ്റി ആകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പോസിബിലിറ്റി ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ അറിവില്ല, എക്സ്പീരിയൻസ് അനുസരിച്ച്. ഉദാഹരണം CS സ്റ്റൊമക്ക് കൂടുതലും കൊടുക്കുന്ന ഹൈഡ്രാസിസ് കൊടുക്കാറുണ്ട്. പിന്നെ ഹൈഡ്രാസിസ് മദർ ടിഞ്ചർ കൂടുതലും കൊടുക്കാറുണ്ട്. സെമ്പർവിയം കൊടുക്കാറുണ്ട്. കുണ്ടിരാങ്ക കൊടുക്കാറുണ്ട്. ഈ കോണ്ടുരാങ്കോയുടെ ഡോസ് ഡോക്ടറെ, ഈ കോണ്ടുരാങ്കോയുടെ ഡോസിനെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എങ്ങനെ? അതിനകത്ത് 1 ഡ്രോപ്പ് ടിഞ്ചറൊക്കെ ആണെങ്കിൽ 1 ഡ്രോപ്പേ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ പറയുന്നുണ്ട് സാറേ. പറയുന്നുണ്ട് സാറേ. അങ്ങനെ തന്നെയാ കൊടുക്കുന്നതും. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ 30 അങ്ങ് കൊടുത്തേക്കും. ഡോക്ടറെ സംസാരിക്കാവോ ഡോക്ടറെ? സംസാരിച്ചോ ശാന്തേന്ദ്രൻ മാഡം? സംസാരിച്ചോട്ടെ. നമസ്കാരം സജീവൻ ഡോക്ടറെ. ഒരു നന്ദി. നമസ്കാരം സജീവൻ ഡോക്ടറെ. കണ്ടില്ല. നമസ്കാരം ഡോക്ടർ. അന്ന് ഞാൻ ഒരിക്കൽ ഒരു ബ്രെയിൻ ട്യൂമറിന് ചോദിച്ചിട്ടേ റൂട്ട് കൽക്കേരിയ ഫോസ് 6 കൊടുക്കാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 പ്രാവശ്യം പെറ്റ് സ്കാൻ ചെയ്തു. ആ ട്യൂമർ ഒട്ടും വലുതായിട്ടില്ല. അതൊരു സന്തോഷം പറയാം. അപ്പൊ അവര് 6 മന്ത്സിൽ പെറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട്. ഇതൊട്ടും ട്യൂമർ വലുതായിട്ടില്ല. അതൊരു കേസ് ഡോക്ടറെ. പിന്നെ ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് 86 ഇയേഴ്സ് ഉണ്ട്. ഒരു ടീച്ചറാണ് ചന്ദ്രസിലെ. അപ്പൊ ആ ടീച്ചർ ഈ ഗവൺമെന്റ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുക്കാ താമസിക്കുന്നത്. അപ്പൊ ഇവരുടെ റിപ്പോർട്ട് ഒരാളുടെ അടുത്ത് കൊടുത്തു വിടുക ചെയ്യുന്നത്. ബ്രസ്റ്റ് വലിയൊരു ലംബാണ്. അത് ബയോപ്സിയും കീമോ ഒക്കെ പറഞ്ഞ കേസാണ്. ഇപ്പൊ 3 വർഷമായി ഞാൻ മരുന്ന് കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്നത് ഹൈഡ്രാസ്റ്റിസ് ടിഞ്ചർ, കോണയം 6, തൂജ 6, അസ്റ്റീരിയ റൂബ്രം 6, ഫൈറ്റുലക്ക 6. ഇത് ഇത്രയും മെഡിസിൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒട്ടും വലുതായിട്ടില്ല. എന്താ ഡോക്ടറെ? നമ്മൾ പറഞ്ഞ മരുന്നെല്ലാം വന്നു. എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ട്യൂമർ ഒട്ടും വലുതായിട്ടില്ല. ഇപ്പൊ റീസെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഇവരുടെ ഓപ്പോസിറ്റ് വന്ന് താമസിച്ചു. അപ്പൊ 86 വയസ്സുണ്ട് അവർക്ക്.
അപ്പൊ ഇപ്പൊ അവര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇത് പോയി മെഡിക്കൽ കോളേജിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, കീമോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ടീച്ചർ റെസിസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് 86 വയസ്സുണ്ട്, 3 വർഷം കൊണ്ട് ഞാൻ ഈ മരുന്ന് കഴിക്കുന്ന, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവര് നിർബന്ധമായിട്ട് കൊണ്ടുവന്ന് വീണ്ടും സ്കാൻ ചെയ്യിക്കുകയൊക്കെ ചെയ്ത് ഓപ്പോസിറ്റ് താമസിക്കുന്ന ഡോക്ടർ. അപ്പൊ അവര് എന്റെ അടുത്ത് ഇപ്പൊ ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. ഞാൻ എന്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ഈ രോഗിയുടെ കൺസെന്റോട് കൂടി നമ്മള് ഇതിന് മരുന്ന് കൊടുത്തു എന്ന് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ എവിഡൻസ് ഒക്കെ, ഈ കഴിക്കുന്ന മരുന്നിന്റെ പേരൊക്കെ ഞാൻ വേണമെങ്കിൽ തരാം, പിന്നെ നിങ്ങൾ സ്കാൻ ചെയ്ത റിപ്പോർട്ടും അതെല്ലാം കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഈ സർട്ടിഫിക്കറ്റ് എന്തിന്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? അത് അവർക്ക് ഒരു പിന്നെ ജപ്തി വന്നിട്ടുണ്ട് ഇപ്പം അവരുടെ സ്ഥലത്തിന്, അവരുടെ ഇതിന്. അപ്പൊ അവര് അവിടുന്ന് മാറ്റണം. അപ്പൊ ഇപ്പൊ ഇത്രയും പ്രായമായി, വേറെ ആരുമില്ല, ഒരു മോളുള്ള, ആരും നോക്കാനില്ല. അതുകൊണ്ട് ജപ്തി ചെയ്യാൻ അവരെ ഇറക്കി വിടാനും പറ്റത്തില്ല. അപ്പൊ ഒരു രോഗിയാണ്, ട്രീറ്റ്മെന്റിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അല്ല, അവരുടെയൊക്കെ അതിന്റെ ഡയഗ്നോസ് ചെയ്ത പേപ്പർ വല്ലതും ഉണ്ടോ? അവരുടെ കാണുമല്ലോ. ഉണ്ട്, ഡയഗ്നോസ് കളമശ്ശേരി ഹോസ്പിറ്റലില് മെഡിക്കൽ കോളേജിൽ ഡയഗ്നോസ് ചെയ്ത പേപ്പറാണ് എന്റെ അടുക്ക കൊണ്ടുവരുന്നത്. ഞാൻ ചോദിച്ചു ഇനി എന്റെ അടുത്ത് ഒരു പ്രത്യേക സർട്ടിഫിക്കറ്റ് വേണോന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഉള്ള എവിഡൻസേ ഉള്ളെന്ന് ആ ഡോക്ടറോട് പറയുന്നു. ഇപ്പൊ പോലീസ് കേസൊക്കെ ആയി. അപ്പൊ അത് അവര് ജപ്തി ഇതൊക്കെ വന്നതുകൊണ്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. അതെ, ഒരു പ്രശ്നം വരാൻ പോകുന്നത് ഞാൻ അനുഭവിച്ചുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഹൈപ്പർ ടെൻസീവ് പേഷ്യന്റിനെ അബ്കാരി കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞ് അത് അയാൾ കിസ്ത അടച്ചില്ല. അവസാനം കോടതിയിലായപ്പോ കോടതി കേൾക്കാമോ? കോടതിയിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു. കോട്ടയത്ത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് എന്റെയൊക്കെ ചോദിച്ചു, ഈ മജിസ്ട്രേറ്റ് എന്റെയൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്, ഞാൻ മെഡിക്കൽ ഓഫീസറാണ്. നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ചികിത്സിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാന് ഹൈപ്പർ ടെൻഷനും എല്ലാ രോഗങ്ങളും ഞങ്ങൾ ഹോമിയോപ്പതി ഇതനുസരിച്ച് ചികിത്സിക്കും, അതനുസരിച്ചാണ് അദ്ദേഹത്തിനെ ഞാൻ ചികിത്സിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ശരി. അവിടെ തന്നെ മറ്റേ വക്കീൽ എൻ്റെ ഒക്കെ ചോദിച്ചു എന്തോ മരുന്ന് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് 2 രീതിയിലാണ് അത് മരുന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും, ഒന്ന് പെട്ടെന്ന് കുറയാൻ റാവോൾഫിയ ടിഞ്ചറുമാണ് കൊടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ മജിസ്ട്രേറ്റ് പിന്നെ അയാൾ ചോദ്യം ചോദിക്കാൻ പോയപ്പം മജിസ്ട്രേറ്റ് പറഞ്ഞു ഇനിയും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണ്ട, ഡോക്ടർ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇതേ അനുഭവം തന്നെ ഡോക്ടർക്കും വരും. കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ. ഞാൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ല ഡോക്ടറെ. അഥവാ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ കോടതി കേസുള്ളത് കൊണ്ട് ഡോക്ടറെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഈ എതിർ വക്കീൽ ചോദിക്കും നിങ്ങൾ എന്ത് മരുന്നാണ് ഇത്രയും നാളും കൊടുത്തതെന്ന് ചോദിക്കും. അപ്പം ഇന്ന മരുന്നാണ് കൊടുത്തതെന്ന് ഡോക്ടർ പറയണം. ഇത്രയേ ഉള്ളൂ കാര്യം. ശരി. കൂടുതൽ പ്രോബ്ലം ഒന്നും വരുകയില്ല. ഇല്ല, ഒരു പ്രോബ്ലം വരില്ല. നമ്മൾ മരുന്ന് പറയേണ്ടി വരും. എനിക്ക് ആ പേഷ്യന്റിനെ കണ്ടിട്ട് അവർക്കൊരു കാർസിനോസിനായിട്ടാ തോന്നി. കാരണം 86 വയസ്സ് ഉണ്ട്, പക്ഷെ ഇപ്പോഴും ഡൈ ഒക്കെ ചെയ്ത് വളരെ അപ് ടു ഡേറ്റ് ഡ്രസ്സിങ് ഇതൊക്കെ ചെയ്തിട്ടാ പുള്ളിക്കാരത്തി വരില്ലേ. അപ്പൊ അസുഖത്തെക്കാളും അവരുടെ ബ്യൂട്ടി കോൺഷ്യസും ഒക്കെ ഉള്ളൊരു ലേഡിയാണ്. അവര് തനിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ കാർസിനോസിൻ കൊടുക്കണോ ഡോക്ടറെ? ധൈര്യമായിട്ട് കാർസിനോസിൻ കൊടുക്കാം. പക്ഷെ എനിക്ക് കേട്ടിട്ട് പ്ലാറ്റിനയാണെന്നാ തോന്നുന്നത്. നന്ദി. ശരി ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. ഡോക്ടറോട് ചോദിച്ചിട്ട് അന്ന് ആ ബ്രെയിൻ ട്യൂമറിന് കൊടുത്തിട്ട് ഷീ ഈസ് വെരി ഹാപ്പി. ഇപ്പൊ 3 പെറ്റ് സ്കാൻ കഴിഞ്ഞു, ഒട്ടും ഗ്രോത്ത് ഇല്ല, കുഴപ്പമില്ല അവർക്കപ്പോ. അതന്നെ ഞാൻ ഈ അവസരത്തിൽ ഒരു നന്ദിയും കൂടെ പറയാൻ ഡോക്ടറെടുക്ക പേഴ്സണലി വിളിച്ച് പറയുന്നത് ഇപ്പൊ കണ്ട്. ശരി ഡോക്ടറെ, അപ്പൊ IAPHന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഡോക്ടറോട് ഇതുപോലെ ഇനിയും ക്ലാസ്സുകളും ഇതുപോലെ അനുഭവങ്ങളും ഇനിയും വരട്ടെ.
അപ്പൊ താങ്ക്സ് എല്ലാവരുടെ പേർക്കും നന്ദി പറയുന്നു ഡോക്ടറെ. ഇതുപോലൊരു വേദി ആർക്ക് എത്ര പേർക്ക് ഉപകാരമാണ്, എത്ര പേരെ അതെല്ലാവരും മനസ്സിലാക്കണമെന്നും കൂടെ ഒരു അഭ്യർത്ഥന. ജൂനിയേഴ്സൊക്കെ വരണം, ഇതുപോലത്തെ ക്ലാസ്സിൽ ഇതൊക്കെ അനുഭവിക്കണം എന്നുള്ളത് ഒരു അഭ്യർത്ഥന കൂടി. താങ്ക് യു ഡോക്ടർ. ഓക്കെ, നന്ദി ശാന്ത മാഡം. എന്തായാലും ഡോക്ടർ PY സജിമോൻ ഡോക്ടറുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനങ്ങളാണ് ചെയ്തു തരുന്നത്. ഒന്നുമില്ലെങ്കിലും ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു ധൈര്യം തന്നെ നമുക്ക് പകർന്നു തരികയാണ് ചെയ്യുന്നത്. വളരെ നിസ്സാരമായിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്ന രീതി ഡോക്ടർ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. ഇന്ന് നമുക്കൊന്നും ആയിട്ടില്ല, ഇനിയും കൂടുതൽ സംശയങ്ങൾ കാണും. ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകളുമായിട്ട് ഇനിയും ഡോക്ടർ വരണം. ഈ ഒരു ക്ലാസ് ഞങ്ങൾക്ക് തന്നതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും പേരായി നന്ദി അറിയിക്കുകയാണ്. ദേവൻ ഡോക്ടർ, അഫ്സൽ ഡോക്ടർ, അതുപോലെ തന്നെ ജയലളിത ഡോക്ടർ, ഹരിഹരൻ സാറ്, പിന്നെ ഷാജി ഡോക്ടർ, അങ്ങനെ എല്ലാവരെയും പേരായിട്ട് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. അങ്ങനെ ഇന്ന് നമ്മുടെ 1436 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.